തൊഴിലുറപ്പ് തൊഴിലാളികൾ അനുഭവിക്കുന്ന വിവിധ പ്രശ്നങ്ങൾ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിന്റെ ഭാഗമായി NREG വർക്കേഴ്സ് യൂണിയൻ ആമ്പല്ലൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആമ്പല്ലൂർ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. തൊഴിൽ ആവശ്യപ്പെടുന്ന മുഴുവൻ കുടുംബങ്ങൾക്കും 100 തൊഴിൽ ദിനങ്ങൾ ഉറപ്പുവരുത്തുക, പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കേന്ദ്രം നിഷേധിച്ച ആയുധ വാടക ലഭ്യമാക്കുക തുടങ്ങിയ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള നിവേദനവും പഞ്ചായത്ത് സെക്രട്ടറിക്ക് കൈമാറി. ഇന്ന് രാവിലെയാണ് NREG വർക്കേഴ്സ് യൂണിയൻ ആമ്പല്ലൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾ മാർച്ച് നടത്തിയത്. തൊഴിലാളികൾ അനുഭവിക്കുന്ന വിവിധ പ്രശ്നങ്ങൾ അധികാരികളുടെ മുന്നിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ആമ്പല്ലൂർ പഞ്ചായത്ത് അങ്കണത്തിൽ പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള തൊഴിലുറപ്പ് തൊഴിലാളികൾ ഒത്തുചേർന്നത്. 2005 നിയമം മൂലം നടപ്പാക്കിയ തൊഴിലുറപ്പ് നിയമം അത് ഓരോ കൊല്ലം ചെല്ലും തോറും അത് ആവശ്യമായ ഫണ്ട് വയ്ക്കാതിരിക്കുക, ഫണ്ടിൻ്റെ തുക വെട്ടിക്കുറയ്ക്കുക, പുതിയ പുതിയ നിബന്ധനകൾ വച്ചുകൊണ്ട് തൊഴിലാളികളെ ഇതിൽ നിന്ന് അകറ്റുന്ന സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഈ വർഷമായപ്പോഴേക്കും ഓരോ സൈറ്റിലും ഗ്രൂപ്പ് തിരിച്ചുകൊണ്ട് ഓരോ ഗ്രൂപ്പിനും നിർദ്ദിഷ്ട പണി ചെയ്തേ പറ്റൂ, ചെയ്തില്ലെങ്കിൽ കൂലി കിട്ടില്ല എന്ന നിബന്ധന കൊണ്ടുവരുന്നു. അതുപോലെ അശാസ്ത്രീയമായ ജിയോ ടാഗ് സംവിധാനം ഏർപ്പെടുത്തുന്നു. ഇപ്പോൾ ഒരു തൊഴിലാളി 3 കുഴി കുത്തിയാലേ 346 രൂപ കൂലി കിട്ടൂ എന്നൊരു സ്ഥിതിയാണ്. എന്നാൽ കൃഷിക്കാരനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ പറമ്പ് വൃത്തിയാക്കി കിട്ടുക, കിളച്ച് കിട്ടുക, കാലാകാലങ്ങളിൽ അത് എല്ലാ വർഷവും ചെയ്ത് കിട്ടുമായിരുന്നത് നാളിതുവരെ ചെയ്യാത്ത ഒരു പണിയും ചെയ്യാത്ത സ്ഥലത്ത് മാത്രമേ ചെയ്യാൻ കഴിയൂ എന്ന് പറയുന്നു. അതുപോലെ കരിങ്കല്ലുള്ള സ്ഥലത്ത്, പാറയുള്ള സ്ഥലത്തുമെല്ലാം കുഴി കുത്തിയാൽ ഈ തൊഴിലാളികൾ എത്ര ശ്രമിച്ചാലും കുഴി കുത്തി തീരുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ല. അപ്പോൾ അത്തരത്തിലുള്ള വിഷയങ്ങൾ രാവിലെ 9 മണിക്ക് മഹാഭൂരിപക്ഷം വരുന്ന ഏതാണ്ട് 99% തൊഴിലാളികളും സ്ത്രീകളാണ്. രാവിലെ 9 മുതൽ വൈകിട്ട് 4 മണി വരെ തൊഴിൽ സമയമാക്കുക. അതുപോലെ കൂലി 600 രൂപയെങ്കിലും ഒരു ദിവസം മിനിമം കൂലി കിട്ടണം എന്നതടക്കമുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ടും, മഴക്കാലമാണ്, മഞ്ഞപ്പിത്തം വ്യാപകമായി വരുന്നു, എലിപ്പനി വരുന്നു, ഡെങ്കിപ്പനി വരുന്നു, സ്വാഭാവികമായും അതിനെ പ്രതിരോധിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് അവർക്ക് ആവശ്യമായ മരുന്ന് നൽകുക, അതുപോലെ തന്നെ ഗംബൂട്ട് നൽകുക, കയ്യുറ നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ആണ് പ്രധാനമായി ഉന്നയിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്കറിയാം, ആദ്യം തുടങ്ങിയ കാലത്ത് തൊഴിലെടുക്കുന്ന ഉപകരണങ്ങൾക്ക് വാടക കിട്ടുമായിരുന്നു, ദിനം പ്രതി വാടക കിട്ടുമായിരുന്നു. അതിപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് നിഷേധിച്ചിരിക്കുകയാണ്. അതിന് പകരമായി എല്ലാ പഞ്ചായത്തും അവരുടെ തനത് ഫണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തൊഴിലാളികൾക്ക് അവരുടെ ആയുധത്തിൻ്റെ വാടക നൽകുന്നതിന് വേണ്ടിയുള്ള നടപടി സ്വീകരിക്കുന്ന അടക്കമുള്ള മുദ്രാവാക്യങ്ങളാണ് ഈ മെമ്മോറാണ്ടത്തിൽ ഉന്നയിച്ചിട്ടുള്ളത്. ആ മെമ്മോറാണ്ടമാണ് ഇന്ന് ആമ്പല്ലൂർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്ക് നൽകിയിട്ടുള്ളത്. കൃത്യസമയത്ത് പ്രൊജക്ടുകൾ തയ്യാറാക്കി അനുമതി ലഭ്യമാക്കി തൊഴിൽ ആവശ്യപ്പെടുന്ന മുഴുവൻ കുടുംബങ്ങൾക്കും 100 തൊഴിൽ ദിനങ്ങൾ ഉറപ്പുവരുത്തുക. തൊഴിലാളികളെ 5 മുതൽ 10 വരെ ഗ്രൂപ്പുകളായി തിരിച്ച് തൊഴിൽ വീതിച്ചു നൽകി അളവിന്റെ പേരിൽ കൂലി നിഷേധിക്കുന്നതടക്കമുള്ള കേന്ദ്രത്തിന്റെ തൊഴിലാളി ദ്രോഹ നടപടികൾ അവസാനിപ്പിക്കുക. പഞ്ചായത്തിന്റെ തനത് ഫണ്ടോ പ്ലാൻ ഫണ്ടോ പ്രയോജനപ്പെടുത്തി ആയുധ വാടക ലഭ്യമാക്കുക തുടങ്ങിയ 5 ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള നിവേദനവും പഞ്ചായത്ത് സെക്രട്ടറിക്ക് നൽകി. ന്യൂസ് ഡെസ്ക് ഔട്ട്ലൈൻ കേരള.